ലാലേട്ടൻ പൊളിച്ചു. അല്ല, ഇത് എനിക്ക് ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമ കൂടിയാണ്. കാരണം ഇതിൽ ഞാനൊരു വേഷം ചെയ്യേണ്ടതായിരുന്നു. ജോർജ് സാർ എൻ്റെ മേക്കപ്പ് എല്ലാം റെഡിയാക്കിയതാണ്. പക്ഷെ ഒരു ദിവസത്തെ ഡേറ്റ് വേറൊരു പടത്തിൻ്റെ ക്ലാഷ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം പാപ്പലിൽ എനിക്ക് കിട്ടി. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ആ വേഷം ഏതാണെന്ന് ചോദിക്കരുത്, പറയൂല. അതൊരു ഗംഭീര വേഷമായിരുന്നു. അത് വിനോദേട്ടനോട് പറയായിരുന്നു നല്ല വേഷമായിരുന്നു എന്ന് പറഞ്ഞ്. നമുക്കൊരു വേഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ആ വിഷമം മാറില്ല. പക്ഷേ ജോർജ് സാറിൻ്റെ ടീമിൽ വരാൻ പറ്റിയെന്നുള്ളതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് ലാലേട്ടൻ്റെ ഗ്രിപ്പിങ് ഒരു രക്ഷയില്ല. കാരണം ആ കാലഘട്ടത്തിലുള്ള അഭിനയത്തിൽ ചെറിയ ഒരു മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. പക്ഷേ ലാലേട്ടൻ ഇനി വരാൻ പോകുന്ന സിനിമയിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതാണ് എന്നെ വിസ്മയിപ്പിക്കുന്നത്. റൺ ബേബി റൺ. അടിപൊളിയായിരുന്നു. നമ്മളിതിനു മുമ്പ് കണ്ട സിനിമയാണ്. അപ്പം ഇല്ല 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 ജോഷി സാറിൻ്റെ കൂടെ ഞാൻ ആൻ്റണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. സാറിൻ്റെ എല്ലാ സിനിമകളും എപ്പോഴും അടിപൊളി തന്നെയാണ്. പിന്നെ ലാലേട്ടനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല എക്സ്പീരിയൻസ്. ഗംഭീരം ഗംഭീരം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനത്തെ പഴയ സിനിമകളൊക്കെ 4K കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും സന്തോഷം. നമ്മൾ ആദ്യം ഓർക്കേണ്ടത് സച്ചിനെയാണ്. സച്ചിയുടെ ഗംഭീര സ്ക്രിപ്റ്റ് അത് അതിലും ഗംഭീരമായിട്ട് ജോഷി സാർ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴും എനിക്കൊണ്ട് ഇത്രയും വർഷം മുന്നേ കണ്ടിരുന്ന അതേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഇപ്പോൾ ചാനലുകളിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നിയത്. കാരണം ഇത്ര വർഷം മുന്നേ സച്ചി ഇത് ആലോചിച്ചു, അത് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെയൊക്കെ പെർഫോമൻസ് പറയേണ്ട കാര്യമില്ലല്ലോ. ഗംഭീര സിനിമയാണ്. നല്ല ക്വാളിറ്റിയിൽ 4K ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഓക്കെ, ഉറപ്പായിട്ടും ഈ 12 വർഷം മുൻപ്, എനിക്കൊണ്ട് ഇത്രയും വർഷം മുൻപ് ഈ സിനിമ ഇറങ്ങുമ്പോൾ വേറൊരു അന്ന് നമ്മൾ ഇതുപോലെ ചിന്തിച്ചിട്ടില്ല അല്ലേ. ഇങ്ങനെ ഇത്രയും ഒരു ഇപ്പോൾ നമ്മൾ ഇതേ സെയിം ഈ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒന്നും ഇത്ര വർഷം മുന്നേ ഇത് ചിന്തിച്ചല്ലോ. അത് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഉണ്ട് സിനിമ. എല്ലാവരും ഒന്ന് കാണണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു. റൺ ബേബറാണ് ശരിക്കും ഈ കാലഘട്ടത്തിൽ കാണേണ്ട പടമാണ്. കാര്യമായിട്ടും ഈ സിനിമയിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഇപ്പോഴും ശരിക്കും നടക്കണില്ലേ? ശരിയല്ലേ? നിങ്ങൾ തന്നെ പറ. ഇപ്പം എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്നറിയോ, റിപ്പോർട്ടർമാർ കാണിക്കണം അത് തന്നെ കാണിക്കണം ഈ സിനിമ. പക്ഷെ നല്ല സിനിമ. എനിക്ക് ഈ സിനിമയൊക്കെ ഈ കാലഘട്ടത്തിൽ തന്നെ ഇറക്കി വരണം, ഇങ്ങനത്തെ സിനിമയൊക്കെ. അല്ലെങ്കിൽ ഇതുപോലത്തെ സിനിമ ഈ കാലഘട്ടത്തിൽ വേറൊരു ടൈപ്പ് മോഡൽ ഉണ്ടാക്കിയിട്ട് ഇറക്കണം. റിപ്പോർട്ടർമാർ കാണിക്കണം എങ്ങനെ? മറ്റുള്ളവരെ ഇടയിൽ കൊണ്ടുപോയി വെക്കുക, അവിടെ കൊണ്ടുപോയി വെക്കുക, വീടിൻ്റെ മുകളിലിട്ട് ഡ്രോൺ വെച്ച് പറത്തുക, അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ? അതുപോലെ തന്നെ. പക്ഷെ പടത്തിന് മോശമായിട്ട് പറയണല്ലോ കേട്ടോ. ഇത് ഈ സാറ്റലൈറ്റ് റിപ്പോർട്ടർ അവർക്കൊക്കെ പറ്റുന്ന ഒരു സിനിമയാണ്. അവരൊക്കെയാണ് ഈ സിനിമ കാണേണ്ടത്. പക്ഷെ എന്നാലും നല്ല 4K കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി സിനിമ. ലാലേട്ടൻ്റെ അന്നും ഇന്നും ലാലേട്ടൻ്റെ ഒരു അഭിനയം നല്ല എല്ലാ സെറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. അമലാപ്പോളൊക്കെ ഇപ്പോൾ കുറേ ഇപ്പോൾ സിനിമയിലൊന്നും അങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ. അമലാപ്പോളൊക്കെ ഇപ്പോഴും ഒരു സിനിമയിൽ കാണാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം നല്ലൊരു അടിപൊളി സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി 4K കണ്ടപ്പോൾ. അത് അല്ലെങ്കിൽ ആ സിനിമ എപ്പോഴും നമ്മൾ കാണുന്നതാണല്ലോ. തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ കണ്ടപ്പോഴും അതൊന്നും പറയല്ലോ. അടിപൊളി. എന്നാൽ ലാലേട്ടനാണ്, നമ്മളെ ലാലേട്ടനല്ലേ. ഇപ്പം എന്താ